തിരുവനന്തപുരത്തെ MVD വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് വേദിയിൽ നിന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയി. പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പരിപാടി റദ്ദാക്കിയെന്നും മന്ത്രി വേദിയിൽ തുറന്നടിച്ചു. ഗതാഗത വകുപ്പിന്റെ 52 വാഹനങ്ങൾ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട മനോഹരമായി ഫ്ളാഗ് ഓഫ് പരിപാടി സംഘടിപ്പിക്കണമെന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് പാലിക്കാതെ റോഡിൽ വേദിയൊരുക്കി. ചടങ്ങിനെത്തിയപ്പോൾ തന്നെ രോഷാകുലനായ മന്ത്രി ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചു. പിന്നാലെ തിടുക്കപ്പെട്ട വാഹനങ്ങൾ കൊട്ടാരമുറ്റത്തേക്ക് എത്തിക്കാൻ തുടങ്ങിയെങ്കിലും സമയം വൈകി. പിന്നാലെ പരിപാടി റദ്ദാക്കുന്നതായി അറിയിച്ച മന്ത്രി ഇറങ്ങിപ്പോയി. മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട MLA ക്ഷമിക്കണം. ഈ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. കാരണം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ഫൈനാലിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പാർട്ടിക്കാരും എന്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുക ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്തുണ്ട്. ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. വേദിയിൽ ആളില്ലാതിരുന്നതും മന്ത്രിയെ ചൊടിപ്പിച്ചു. കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിവിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ട പൊട്ടുന്ന ടൈൽസ് ആണ് ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. എല്ലാവരും ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇത് ഞാനിവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ചടങ്ങ് മറ്റൊരു ദിവസം നടത്തുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. അതുവരെ വാഹനങ്ങൾ യാർഡിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.